മൂന്നാമത്തെ പ്രാർത്ഥനയാണ് യാക്കോബിന്റെ ലേഖനത്തിനകത്ത് 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2-ാമത്തെ പ്രാർത്ഥന യാക്കോബിന്റെ ലേഖനം തന്നെ 5-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളിൽ ഒന്ന് വായിച്ചു. പ്രൈസ് ലോർഡ്. നമ്മളിൽ, നിങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മളിൽ കഷ്ടം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നാം ഓരോരുത്തരും കഷ്ടം, പലവിധമായ കഷ്ടങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ പോകുന്നത്. പല പ്രതിസന്ധികളും ജീവിതത്തിന്റെ നടുവിലുണ്ട്. പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് പ്രാർത്ഥന കുറവാണ്. പ്രസംഗിക്കാൻ നമുക്കൊക്കെ കഴിവുണ്ടാകാം, പാട്ടുപാടാൻ കഴിവുണ്ടാകാം, ഏതെങ്കിലും നിലവാരത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള കഴിവുണ്ടാകാം. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? ആ വ്യക്തിയെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. പ്രസംഗിക്കുന്നവനെ ലോകം അറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ഒരു പ്രാർത്ഥന കഷ്ടം അനുഭവിക്കുന്നവരെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാൻ പെട്ടെന്ന് സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് മുമ്പോട്ട് കടന്നു പോകുകയാണ്. 3-ാമത്തെ 5-ന്റെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ താഴെ ഒന്നുകൂടെ വായിച്ചേ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നിങ്ങളിൽ ധീനമായി കിടക്കുന്നവൻ എന്ത് ചെയ്യണം? സൗഖ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സൗഖ്യത്തിന് വേണ്ടി രോഗത്താൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ശക്തി പ്രാപിക്കണം. നമ്മളെ ഒന്ന് തട്ടി ഉണർത്താൻ വേണ്ടി ചില ഹല്ലേലൂയ വഴികളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നടത്തും. ചിലപ്പോൾ ഒരു വീഴ്ചയായിരിക്കാം, ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, ചിലപ്പോൾ ചില പരീക്ഷണങ്ങളായിരിക്കാം. ഇന്ന് പകൽ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുമ്പോൾ അത് ഹല്ലേലൂയ എന്റെ തലയെഴുത്താണെന്ന് പറഞ്ഞ്, തലവിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല, പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ട മേഖലകളിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവിന്റെ ദാസൻ ബിജു പാഷ് പറഞ്ഞത്, യാതൊരു നിർവാഹവുമില്ല, രക്ഷപ്പെടുമെന്നുള്ള ആ ആശ പോലും നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഡോക്ടർ പറഞ്ഞു, അത്ഭുതങ്ങളുടെ ദൈവമാണ് നിങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവമാ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഒരു രോഗം തന്നാൽ അതിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവമാ. ഒരു മുറിവ് തന്നാൽ അതിനെ ഭേദമാക്കാൻ കഴിയുന്ന ദൈവമാ. ഒരു വേദന തന്നാൽ അതിന് വിടുതൽ തരാൻ കഴിവുള്ള ദൈവമാ. ആ ദൈവത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ഈ രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. 3-ാമത്തെ 4-ാമത്തെ പ്രാർത്ഥനയാണ് അതിന്റെ 15-ാമത്തെ വാക്യം, 5-ന്റെ 15. പ്രൈസ് ലോർഡ്. അവിടുന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്. 7 പ്രാർത്ഥനയുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. 10-15 മിനിറ്റ് കൊണ്ടിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് പീറ്റർ പാസ്റ്ററിന്റെ കുടുംബമല്ലേ, അല്ലെങ്കിൽ രാജം പാസ്റ്റർ സഭയല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ പ്രാർത്ഥനയുടെ കാര്യം നമുക്കും ഗുണവുമില്ല, അവർക്കും ഗുണവുമില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസമില്ലാതെ എന്ത്? നമുക്കൊരു ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്നത്, എനിക്ക് ബുദ്ധിയിലും പാടാൻ കഴിയും, ആത്മാവിലും പാടാൻ കഴിയും, ആത്മാവിലും പ്രാർത്ഥിക്കാൻ കഴിയും, ബുദ്ധിയിലും പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാണോ, ചടങ്ങിനായിട്ടുള്ള പ്രാർത്ഥനയാണോ? ഇവിടെ വായിക്കുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥന. ഈ അച്ചമ്മയിൽ പ്രാർത്ഥിച്ച ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ കണ്ടിട്ടുണ്ട് ഞാൻ.
ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് മറുപടി കണ്ടിട്ടുണ്ട്. സഭയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളെക്കാൾ ഞാൻ ഹല്ലേലൂയ വ്യക്തമായിട്ടും പറയാം, നമ്മുടെ സഭകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയേക്കാൾ HMIയിൽ പല ദൈവദാസന്മാർ, പല നിലവാരത്തിലുള്ള പല സഭകളിൽ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ അടിസ്ഥാനം വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കാൻ ആരുമില്ല. എന്റെയും നിങ്ങളുടെയും വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആരുമില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ലോകം നോക്കുന്നത്, സഭക്കാർ നോക്കുന്നത് നമ്മുടെ ഹല്ലേലൂയ ആളത്വമാണെങ്കിൽ, നമ്മുടെ വേദന അറിയുന്ന ഒരുവൻ ഹല്ലേലൂയ ഉണ്ട് എങ്കിൽ നാം ഇപ്പൊ വിജുപാസ് പറഞ്ഞ പോലെ ദൈവം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. സഭക്കാരുടെ വിടുതലിന് വേണ്ടി, ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ആരാ പ്രാർത്ഥിക്കുന്നേ? ഹല്ലേലൂയ. അതിനൊരു വേദിയാണ് ഇന്ന് പകൽ സമയത്ത് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കി തന്നിരിക്കുന്നത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഏത് വിഷയത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും ആ വിഷയങ്ങളെ സ്വയം ഏറ്റെടുക്കുക. ഇന്ന് പകൽ സമയത്ത് വിശ്വാസത്തോടെ, ഓ ഹല്ലേലൂയ, തോമസ് കുട്ടിപ്പാസ്റ്ററിന്റെ വിഷയം അതെന്റെ വിഷയമായിട്ട് ഞാൻ ഏറ്റെടുത്താൽ, എന്റെ വിഷയം അത് നിങ്ങളുടെ വിഷയമായിട്ട് ഏറ്റെടുത്താൽ, ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, ആദിമ കാലഘട്ടത്തിൽ ദൈവസഭ അനുഭവിച്ച ആത്മീയ സന്തോഷം ഈ കാലഘട്ടത്തിൽ നെടുങ്കണ്ട സഭകൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരാൻ ദൈവം ശക്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽ സമയത്ത് ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇന്നലെ വരെ നടക്കാതിരുന്ന ചില വിടുതലുകൾ, ഇന്നലെ വരെ സംഭവിക്കാതിരുന്ന ചില ഹല്ലേലൂയ ദൈവിക പദ്ധതികൾ, ദൈവിക വിടുതലുകൾ ദേശത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഒന്നിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ചില അത്ഭുതങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ 5-ാമത്തെ കാര്യമാണ് 5:16 വായിച്ചേ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നമുക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറയണം. ഹല്ലേലൂയ. പാപങ്ങൾ നമ്മൾ മൂടി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ദൈവത്തിന് ആവശ്യം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ ദൈവത്തിന് ആവശ്യം. പാപം ചെയ്യാത്തവർ, കുറവില്ലാത്തവർ ആരുമില്ല. നമ്മളെയൊക്കെ പരിശോധിച്ച് നോക്കിക്കോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളും പാപങ്ങളും, ഹല്ലേലൂയ, നമ്മൾ വിശുദ്ധന്മാരാണെന്നൊക്കെ, നല്ല വിശുദ്ധമതികളാണെന്നൊക്കെ നാം സ്വയം ഹല്ലേലൂയ ന്യായീകരിച്ച് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് ഹിതമില്ലാത്ത ചില ഹല്ലേലൂയ സംസാരങ്ങൾ, പ്രവൃത്തികൾ, ചിന്തകൾ, ആലോചനകൾ ജീവിതത്തിന്റെ നടുവിൽ കടന്നു വന്നിട്ട് അത് പാപത്തെ മറച്ചു വെച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകളുടെ മറുപടികൾ ലഭിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സൗഖ്യം കിട്ടണോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആരോഗ്യ ക്ഷീണിക്കുമ്പോഴുള്ള സൗഖ്യമല്ല, മനസ്സിന് സൗഖ്യം കിട്ടണം, സമാധാനം കിട്ടണം, സ്വസ്ഥത കിട്ടണമെങ്കിൽ ഇന്ന് പകൽ സമയത്ത് അവിടെ പറയുന്നു, പാപങ്ങളെ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. ഏതെങ്കിലും പാളിച്ചകൾ വന്നിട്ട്, വീഴ്ചകൾ വന്നിട്ട്, കഷ്ടങ്ങൾ വന്നിട്ട്, പ്രതിസന്ധികൾ വന്നിട്ട് ദൈവമേ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി ഇന്ന് പകൽ സമയത്ത് ഞാൻ ജനിച്ചു വീണ സമയം മുതൽ ഈ നിമിഷം വരെ എന്നെ നടത്തിയ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ എത്ര കുറവുകൾ ഈ ദിവസങ്ങളിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചതുപോലെ തിരിച്ചെടുത്ത പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഏറ്റുപറയാൻ തയ്യാറുണ്ടെങ്കിൽ ഹല്ലേലൂയ, ചെയ്യരുതെന്ന് വിചാരിക്കുന്ന കാര്യം പോലും ഹല്ലേലൂയ അരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ആവർത്തിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സമയത്ത് ദൈവാത്മാവിൽ വിളിച്ചു പറയുക, പാപങ്ങളെ ഏറ്റുപറയണം. ഉപേക്ഷിക്കേണ്ടത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വിടുതലിന്റെ ഹല്ലേലൂയ പ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മുമ്പിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നിങ്ങൾക്ക് രോഗശാന്തി വരണമെങ്കിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം.
ഒരു ഹല്ലേലൂയ വീടിനകത്ത്, ഒരു കുടുംബത്തിനകത്ത്, ഒരു സഭയ്ക്കകത്ത് ഏതെങ്കിലും വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ എന്തെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ഹല്ലേലൂയ എന്തെങ്കിലും ഒരു അവകാശം കാണും. എന്തെങ്കിലും ഒരു അവകാശം. ആ അവകാശത്തിന്റെ മേൽ പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ ഇന്ന് പകൽ സമയത്ത് തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ഐക്യതയുടെ അന്തരീക്ഷത്തെ കെടുത്തിക്കൊണ്ട്, സമാധാനത്തെ കെടുത്തിക്കൊണ്ട്, സ്വസ്ഥതയെ കെടുത്തിക്കൊണ്ട് വെല്ലുവിളിച്ച് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ഓ ഹല്ലേലൂയ, ശുശ്രൂഷ വേദികളെ പോലും നിൽക്കാൻ കഴിയാതെ വേണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാതെ വേണം, വെല്ലുവിളിച്ച് നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ കോട്ടകളുണ്ട്. ഇന്ന് പകൽ സമയത്ത് അതിനെ അഴിച്ചു മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ സമയത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഐക്യതയില്ല, പല മേഖലകളിലും ഐക്യതയില്ല. ശുശ്രൂഷയിലാണോ എന്ന് ചോദിച്ചാൽ ശുശ്രൂഷയില്ല, പ്രവർത്തനമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവർത്തനമാ. ഓ ഹല്ലേലൂയ, ഒരു മുന്നേറ്റമുണ്ടോ? എല്ലാ മേഖലകളിലും തടസ്സം നിൽക്കുകയാണ്. ഇന്ന് പകൽ സമയത്ത് അതിന്റെ മേലെല്ലാം അവകാശം പറഞ്ഞു നിൽക്കുന്ന, ഏതൊക്കെ മേഖലകളിൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന, സന്തോഷത്തെ കെടുത്തിക്കൊണ്ട്, ആരോഗ്യത്തെ കെടുത്തിക്കൊണ്ട് അവകാശം പറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തിന്റെ മേഖലകൾ ഇന്ന് പകൽ സമയത്ത് അഴിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം വായിച്ച 5:16 ഒന്നുകൂടെ. പ്രൈസ് ലോർഡ്. എങ്ങനെയാ വരണ്ടേ? ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് വേണ്ടി നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എനിക്ക് സൗഖ്യത്തിന്റെ കരം നീട്ടും. നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പോൾ ഓ ഹല്ലേലൂയ, വിശ്വാസ സമൂഹം പറയത്തില്ല, പക്ഷേ എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ ഈ സഹോദരിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അല്ലെ ദൈവദാസന്മാര് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കുമെന്ന്. ആ ഹല്ലേലൂയ, അവരുടെ വിശ്വാസത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ, ഇല്ലാതെയാക്കരുത്. ഹല്ലേലൂയ. നമ്മളിൽ ഒരു അഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കപ്പെടണം. പൗലോസും ഹല്ലേലൂയ പത്രോസും ഒക്കെ കടന്നുപോയപ്പോൾ, അവരുടെ നിഴല് തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായെന്ന് പറയുമ്പോൾ, ഇന്ന് പകൽ സമയത്ത് എന്തിയെ ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കും, ഞങ്ങളൊക്കെ ആദ്യകാലത്ത് ഇറങ്ങിയപ്പോൾ ഭയങ്കര വിടുതലായിരുന്നു പക്ഷെ ഇപ്പൊ എന്തിയെ, ഇപ്പൊ എവിടെയാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസവും മുമ്പോട്ട് പോകേണ്ട സ്ഥാനത്ത് നിന്ന് പുറകോട്ട് വരികയാണ്. കഴിഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ ആരും വേണ്ടായിരുന്നു ശുശ്രൂഷ കാര്യങ്ങൾക്ക് വേണ്ടി. ഇന്ന് ഹല്ലേലൂയ, ശുശ്രൂഷ കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും നമ്മൾ ഹല്ലേലൂയ ആശ്രയിക്കേണ്ടതായ കാര്യങ്ങൾ വരികയാണ്. എല്ലാം വിട്ടുപോയി കയ്യിന്ന്. ഹല്ലേലൂയ, എല്ലാം വിട്ടുപോകുകയാണ്. പലതും ഏൽപ്പിച്ചു, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെയാണ് നാം വായിക്കുന്നത്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. ഒരുവന് വേണ്ടി. ഹല്ലേലൂയ. 7-ാമത്തെ പ്രാർത്ഥനയാണ് 5:16 ഒന്നുകൂടെ വായിച്ചു. പ്രൈസ് ലോർഡ്. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, എല്ലാം ഉണ്ടെങ്കിലും അശ്രദ്ധമായിട്ട് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിച്ച് പഴക്കം വന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രാർത്ഥിച്ച് തഴക്കം വന്നവരാ നമ്മൾ. ഇന്ന് പകൽ സമയത്ത് ഹല്ലേലൂയ അശ്രദ്ധമായിട്ട് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി കിട്ടത്തില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിനകത്തൊരു ശ്രദ്ധ വേണം. എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ് പ്രാപിക്കണം. അത് ഞാൻ പ്രാർത്ഥിച്ച് നേടുമെന്നുള്ള ഒരു ഉറപ്പ് പ്രാപിക്കണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ താഴോട്ട് പറയുന്ന, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശ മണ്ഡലങ്ങൾ അടച്ചു എങ്കിൽ ഇന്ന് പകൽ സമയത്ത് ദൈവ പൈതലെ, അതുപോലെ ഞാനും നിങ്ങളും സമസ്വഭാവമുള്ള മനുഷ്യരാ. എന്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ആഴത്തിൽ പതിയുന്നില്ല? ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുത്തണം. ആഹാബിനോട്
ഏലിയാവ് തിശ്ബയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ആകാശം അടഞ്ഞു നിന്നെങ്കിൽ, ഹല്ലേലൂയ, മഞ്ഞിന്റെ ഉത്ഭവം അടഞ്ഞു പോയെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ സമയത്ത് ഇവിടെ പറയുന്നു, ഏലിയാവ് എനിക്കും നിങ്ങൾക്കും സമ സ്വഭാവമുള്ള മനുഷ്യൻ. എന്തുകൊണ്ട് ഇവിടെ ഹല്ലേലൂയ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നില്ല?